മോഹൻലാലും മമ്മൂട്ടിയും കൂടി അഭിനയിക്കുന്ന ഒരു പടത്തിന് ശ്രീലങ്കയിൽ പെർമിഷൻ മേടിച്ചു കൊടുക്കുന്ന ബേബി സഖാവാണ്. അത് പുറത്തു വരാത്ത അത് പുറത്തു വരാത്ത അത് പുറത്ത് വരണ്ട ഏതായാലും വന്നോട്ടെ. അതിപ്പോൾ അത് ഒരു ആർമി ക്യാമ്പിൽ അവിടെ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്യേണ്ടത്. മമ്മൂട്ടി മോഹൻലാൽ ഉള്ള സിനിമയാണ്. അപ്പോൾ അതിൻ്റെ പെർമിഷൻ എല്ലാവരും വാങ്ങിയിരുന്നു. അപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് നടന്ന് ഗവൺമെൻറ് മാറി. ഗവൺമെൻറ് മാറിയിട്ട് പാർട്ടിയുമായിട്ട് ബന്ധമുള്ള അപ്പോൾ അതിൻ്റെ ഗവൺമെൻറ് വന്നപ്പോഴത്തേക്ക് മുമ്പ് ഗവൺമെൻറ് എടുത്ത് അനുമതിക്കൊന്നും പ്രസക്തിയില്ലല്ലോ. പിന്നെ അങ്ങനെ ഇവർ മമ്മൂക്കയും എല്ലാം വിളിച്ച് പറഞ്ഞു എന്ത് വേണം. അപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ തിരക്കിൽ പ്രസിഡന്റ് ഇലക്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ് അവരുടെ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്നത്. അതിനിടയ്ക്കാണ് ഇത് വേണ്ടത്. അപ്പോൾ ഇവരെ ബന്ധപ്പെട്ടിട്ടും ഇങ്ങനെ കുറച്ച് ഡിലേ ഉണ്ട്. അപ്പോൾ മമ്മൂക്ക വീണ്ടും വിളിച്ചിട്ട് ഇതെന്തെന്നാ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളാണ് അവിടെ ഭരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും പറ്റാത്തതെന്നൊക്കെ പറഞ്ഞ് പറ്റാസിനറിയാം. 24 hours അവർ തീരുമാനമെടുത്ത് അറിയിച്ചു. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു അനുമതിയാണ്. പുതിയ ഗവൺമെൻറ് അത് വീണ്ടും റീഇഷ്യൂ ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആയിരുന്നു. എന്നാലും ഈ അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ ഉന്നയിച്ച വിഷയത്തിലേക്ക് കുറച്ചുകൂടി താങ്കൾക്ക് അതെ അതാ ഞാൻ പറഞ്ഞത്. മറ്റ് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, കാസ്ട്രോ, ചെഗുവേരയുടെ കുടുംബം, അങ്ങനെ ഉള്ള ഒരു വിപുലമായ ബന്ധത്തിൻ്റെ ഒരു തലം കൂടിയുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേൾക്കുകയും അറിയുകയൊക്കെ വേണ്ടത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ശരിയായ സ്പിരിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്പിലും ഒരു തിരിച്ചടി ഉണ്ടായത് കൊണ്ടാണ് ഫിഡൽ കാസ്ട്രോയൊക്കെ ആയിട്ടൊരു ബന്ധമുണ്ടാകാനിടയായത്. വളഞ്ഞുറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലായി. സോവിയറ്റ് യൂണിയനിലെ ഈ തകർച്ച ഉണ്ടായി കഴിഞ്ഞപ്പോൾ ക്യൂബയിൽ വളരെ വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളുണ്ടായി. സോവിയറ്റ് യൂണിയൻ ഇവരുടെ പഞ്ചസാര വാങ്ങുമായിരുന്നു ക്യൂബയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നിട്ട് അവർക്ക് വേണ്ട എണ്ണ മുഴുവൻ സോവിയറ്റ് യൂണിയൻ കൊടുക്കുമായിരുന്നു. അപ്പം വളരെ സുഭിക്ഷമായ ഒരു സോഷ്യലിസം അവിടെ വികസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കിഴക്കൻ യൂറോപ്പും സോവിയറ്റ് യൂണിയനും തകർന്നത്. ക്യൂബ പ്രതിസന്ധിയിലായി സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെ തുടർന്ന്. അപ്പം സുർജിത്ത് പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. ക്യൂബ എംബസിയിൽ നിന്ന് തന്നെ ഞങ്ങളെ ബന്ധപ്പെട്ട് പറഞ്ഞു, യൂറോപ്പിൽ നിന്നൊക്കെ സോളിഡാരിറ്റി, പൊളിറ്റിക്കൽ സോളിഡാരിറ്റി മാത്രമല്ല, സോളിഡാരിറ്റി മെറ്റീരിയൽ ക്യൂബയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുന്നു, അമേരിക്കയിൽ നിന്ന് എത്തിക്കുന്നു. പാസ്റ്റേഴ്സ് ഫോർ പീസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെൻറ്റ് അമേരിക്കയിലുണ്ടായി. അപ്പോൾ ഇന്ത്യക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണ് ക്യൂബൻ സോളിഡാരിറ്റി കമ്മിറ്റി ഞങ്ങൾ ചേർന്നിട്ട്, പെട്ടാസൊക്കെ അന്ന് ഡൽഹിയിലുണ്ട്, ക്യൂബയ്ക്ക് ഒരു പിടി അരി എന്ന് പറഞ്ഞിട്ടാണ് മലയാളത്തിലൊരു സ്ലോഗൻ ഉണ്ടാക്കിയത്. അങ്ങനെ മെറ്റീരിയൽ കളക്ട് ചെയ്ത് കരീബിയൻ പ്രിൻസസ് എന്ന് പറയുന്ന വെസലിൽ ഹാൽദിയയിൽ നിന്നും ഇത് സീ ഓഫ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് നീക്കാൻ പറ്റി. ചുരുക്കത്തിൽ ഫിഡൽ കാസ്ട്രോ പറഞ്ഞു, ഈ കരീബിയൻ പ്രിൻസസ് ഹവാന പോർട്ടിൽ എത്തുമ്പോൾ നിങ്ങൾ സോളിഡാരിറ്റി കമ്മിറ്റിയുടെ പ്രതിനിധികൾ അതിനെ റിസീവ് ചെയ്യുന്ന ഫംഗ്ഷനിൽ നിങ്ങളും വരണം. അങ്ങനെയാണ് സുർജിത്തും KN സിംഗ് എന്ന് പറയുന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാരനായ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, MP ആയിരുന്നു. KN സിംഗ്, ഞങ്ങൾ 3 പേരും പോകുന്നു. അന്നാണ് ഫിഡൽ കാസ്ട്രോ ആയിട്ടൊരു 2 മണിക്കൂർ 55 മിനിറ്റ് സുർജിത്ത്, KN സിംഗ്, ഞങ്ങളിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ സംസാരിക്കുകയാണ്. അന്ന് അഭ്യർത്ഥിച്ചതാണ് ചെഗുവേരയുടെ വിധവ അലൈഡ, മകളുടെ പേരും അലൈഡ എന്നാണ്, ചെഗുവേരയുടെ ഭാര്യയുടെ പേരും അലൈഡ എന്നാണ്. ഈ സോളിഡാരിറ്റി ശക്തിപ്പെടുത്താൻ ഇന്ത്യയിലേക്ക് അയക്കണം. 3 ആവശ്യമാണ് ഞാൻ വെച്ചത്. ഒന്ന്, മാർക്വേസിനെ ഇന്ത്യയിലേക്ക് വരാൻ പ്രേരിപ്പിക്കണം. ഫിഡൽ കാസ്ട്രോ നാം സബ്മിറ്റിന് വന്നപ്പം മാർക്വേസ് ഇന്ത്യ ഒരു തവണ സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ 2ാം വരവിലാണ്, ഞാൻ വർഷം ഓർക്കുന്നില്ല. പിന്നെ മറഡോണ ഫിഡലിൻ്റെ ഫ്രണ്ടാണ്. ഇന്ത്യക്കാർ വലിയ ഫുട്ബോൾ ഭ്രാന്തന്മാരാണ്. അപ്പോൾ സോളിഡാരിറ്റി പ്രവർത്തനത്തിന് മറഡോണയായി ചേരണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സുർജിത്തിൻ്റെ ബേബി വാട്ട് ആർ യു ഡിമാൻഡിങ്, ഞങ്ങൾ ഇത് ധാന്യം കൊണ്ടുവന്നതിന് തിരിച്ചെന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ സുർജിത്ത് മറുപടി പറഞ്ഞ്, ഞങ്ങൾക്കൊന്നും തിരിച്ചു തരേണ്ടതില്ല, അതിനുവേണ്ടിയല്ല ഞങ്ങൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞാനീ പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മറഡോണ വേണം. അപ്പം ഫിഡൽ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, യു ആർ ആസ്കിങ് വെരി ഡിഫിക്കൽട്ട് തിങ്സ്. ഈ മാർക്വേസിന് ഫിയർ ഓഫ് ഫ്ലൈയിങ് ഉണ്ട്. ഈ വിമാനത്തിൽ അദ്ദേഹം വളരെ ചുരുക്കിയ യാത്ര ചെയ്യുള്ളൂ അത്യാവശ്യം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വളരെ പ്രയാസപ്പെട്ടാണെന്ന് കൊണ്ടുവന്നത്. പിന്നെ മറഡോണയുടെ കാര്യം നിങ്ങൾ ഇയാളോട് സെർഗി കൊറിയേറി എന്ന് പറഞ്ഞാൽ ക്യൂബയിലെ അമിതാഭ് ബച്ചൻ, ഏറ്റവും പ്രശസ്തനായ നടനാണ്, പാർട്ടി കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഫിഡലിനോട് സംസാരിക്കാനാണ് എന്ന് പറഞ്ഞു. എനിവേ അങ്ങനൊരു അതിനുശേഷം പിന്നെ പോയപ്പോഴും ഫിഡൽ തിരിച്ചറിഞ്ഞു, കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു.